أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين نبينا محمد وآله وصحبه أجمعين. اللهم علمنا بما ينفعنا وانفعنا بما علمتنا. اللهم رب زدنا علما. اللهم اجعل يومنا هذا خيرا من أمسنا واجعل غدنا خيرا من يومنا وأحسن عاقبتنا في الأمور كلها. اللهم لا تدع لنا ذنبا إلا غفرت ولا مرضا إلا شفيت ولا هما إلا فرجت ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا رب العالمين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായൊരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു വിചാരണക്കായി എടുക്കുമ്പോൾ അതിൽ കനമുള്ള ഒരു ഹസനത്തായി ഈ ഓൺലൈൻ സദസ്സിലെ നമ്മുടെ സാന്നിധ്യത്തെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സമയത്തെ അല്ലാഹു നമുക്കൊരു ഫളലായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. വ്യക്തിപരമായി നമുക്ക് പ്രയാസങ്ങളുള്ളവരുണ്ട്. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ പ്രത്യേകമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റി നമ്മുടെ ദുആകൾ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് നല്ലൊരു ജീവിതവും നാളെ പരലോകത്ത് മരണശേഷം ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ കുറിച്ചുള്ള ചില അടിസ്ഥാന പാഠങ്ങൾ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ വിഷയം. സാധാരണഗതിയിൽ ആളുകളെ വൈകാരികമായി പിടിച്ചിരുത്തുന്ന ആത്മീയമായ പ്രഭാഷണങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ആളുകളാണ് നമ്മളിൽ പലരും. അതിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും അക്കാദമികമായ വൈജ്ഞാനികമായ ഒരു പഠന ക്ലാസ്സാണ് എൻ്റെ മനസ്സിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കുവാൻ നമ്മെ ഏവരെയും തുണക്കുമാറാകട്ടെ. ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക പ്രസ്ഥാനം ആഗോളതലത്തിൽ അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന ഇസ്ലാമിക പ്രസ്ഥാനവും കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ രൂപപ്പെട്ട ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഈ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരുന്നത് ആളുകളോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതിലൊന്നാമത്തെ കാര്യം ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യാം, നിങ്ങളത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അതിലൊന്നാമത്തെ കാര്യം, അവർ ജനങ്ങളോട് പറഞ്ഞ, ഈ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ജനങ്ങളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാം ഒരു സമഗ്ര ജീവിത പദ്ധതിയാകുന്നതാണ്. നമ്മൾ പലപ്പോഴും ഈ പറയുന്ന പദങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരാണ്. ഇസ്ലാം ഒരു സമഗ്ര ജീവിത പദ്ധതിയാകുന്നു. അൽ ഇസ്ലാമു മൻഹജുൻ ഷാമിലുൻ ലിൽ ഹയാത്ത്. ഇസ്ലാം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന ഒരു ജീവിക്കാൻ പറ്റുന്ന വ്യവസ്ഥയാകുന്നു ഇസ്ലാം. അതാണ് ഒന്നാമത്തെ ഈ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ വാക്യം. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സമർപ്പിച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആശയം, ഇസ്ലാമാകുന്നു പരിഹാരം എന്നതാണ്.
നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളുണ്ടോ, ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം ഇസ്ലാമിലുണ്ട്. അൽ ഇസ്ലാമു ഹുവൽ ഹൽ, ഇസ്ലാമാകുന്നു പരിഹാരം. ഇങ്ങനെ രണ്ട് ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരുന്നത്. അപ്പോ ഇതിലെ ഈ ഒന്നാമത്തെ ഒരു ഭാഗം, ഇസ്ലാം ഒരു ജീവിത പദ്ധതിയാകുന്നു, ഒരു സമഗ്ര ജീവിത പദ്ധതിയാകുന്നു എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് നിർവഹിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ ഒരു ചിത്രം കാണുന്നുണ്ട്, ഒരു റൗണ്ട്. അതിൽ ഞാൻ മനുഷ്യ ജീവിതത്തെ 5 ഭാഗങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് 5 ഭാഗങ്ങളാണുള്ളത്. 6ാമതൊരു ഭാഗം ഉണ്ടാവുകയില്ല. അതിൽ ഒന്നാമത്തെ ഭാഗം ആ മനുഷ്യനും റബ്ബുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന അവന്റെ ആത്മീയമായ ആരാധനാപരമായ മേഖലയാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ള അവന്റെ ആത്മീയമായ മേഖലയാണ്. ഞാൻ അതിന്റെ ഒരു അടയാളം എന്ന നിലക്കാണ് അവിടെ ഒരു പള്ളിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിലെ 2ാമത്തെ പ്രധാനപ്പെട്ട മേഖല കുടുംബമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ അതിൽ വിവാഹം പെടും, പിന്നെ സന്താന പരിപാലനം പെടും, വീട്ടു ചെലവുകൾ പെടും, മാതാപിതാക്കളോടുള്ള ബന്ധം പെടും. അങ്ങനെ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും, വിവാഹമോചനവും അതിൽപ്പെടും. ഇപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു ഭാഗം നമ്മുടെ കുടുംബവും നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ വീടിന്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് മനുഷ്യ ജീവിതത്തിനെ നമുക്ക് മേഖലകളായി തിരിച്ചാൽ അതിലൊരു ഭാഗം മനുഷ്യന്റെ ആരാധനാ മേഖലയാണ്. 2ാമത്തേത് മനുഷ്യന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട മേഖലയാണ്. 3ാമത്തേത് അവന്റെ സാമ്പത്തിക മേഖലയാണ്. അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ജീവിതായോധന മേഖല എന്ന് നമ്മൾ പറയുന്ന കാര്യം. അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുള്ളത് കച്ചവടം ഉണ്ടാകാം, കൃഷി ഉണ്ടാകാം, ഉദ്യോഗങ്ങൾ ഉണ്ടാകാം, തൊഴിലുണ്ടാകാം. അഥവാ അവന്റെ സാമ്പത്തിക മേഖല എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ ഒരു അടയാളമായിട്ട് ഒരു മാർക്കറ്റിന്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 3 മേഖലകളെ കുറിച്ച് പറഞ്ഞു. 1 ആരാധനാ മേഖല, 2 കുടുംബം, 3 സാമ്പത്തികം. 4ാമത്തേത് സാംസ്കാരിക മേഖലയാണ്. സാംസ്കാരിക മേഖല എന്ന് പറഞ്ഞാൽ അവന്റെ 4ാമത്തെ മേഖല അവന്റെ സാമൂഹിക മേഖലയാണ്. സാമൂഹിക മേഖല എന്ന് പറഞ്ഞാൽ അവന്റെ വിദ്യാഭ്യാസം, പുറം ലോകവുമായിട്ടുള്ള അവന്റെ ബന്ധങ്ങൾ, അവന്റെ രാഷ്ട്രീയം, അവന്റെ സാമൂഹിക കാര്യങ്ങൾ, അവന്റെ നീതിന്യായവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ സാമൂഹിക മേഖല എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, മനുഷ്യ ജീവിതത്തിന് 5 മേഖലകളുണ്ടെന്ന് പറഞ്ഞു. അതിൽ 1ാമത്തേത് ആരാധനാ മേഖലയാണ്, 2ാമത്തേത് കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്, 3ാമത്തേത് അവന്റെ ജീവിത സന്ധാരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയാണ്. മനുഷ്യ ജീവിതത്തിന്റെ മറ്റൊരു ഭാഗമാണ് സാമൂഹിക മേഖല. അതിൽ അവന്റെ വിദ്യാഭ്യാസം പെടും, അവന്റെ രാഷ്ട്രീയം പെടും, അവന്റെ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെടും, അവന്റെ പൊതുബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെടും. 5ാമത്തേത് മനുഷ്യന്റെ സാംസ്കാരിക മേഖലയാണ്. സാംസ്കാരിക മേഖലയിൽ 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് മനുഷ്യന്റെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഥവാ ഭക്ഷണം, വസ്ത്രം പോലുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, ഭക്ഷണവും വസ്ത്രവും നമ്മുടെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. ഓരോ നാട്ടുകാർക്കും വ്യത്യസ്ത ഭക്ഷണ രീതികളുണ്ട്, വ്യത്യസ്തമായ വസ്ത്രധാരണ രീതിയുണ്ട്. എല്ലാവർക്കും ഒരേ വസ്ത്രധാരണ രീതിയോ ഓരോ ഭക്ഷണ ശൈലിയോ അല്ല. കാരണം അതൊരു കൾച്ചറുമായി ബന്ധപ്പെട്ടാണ്, സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ സാംസ്കാരിക മേഖലയിലെ ഒരു ഭാഗം അവന്റെ ഭക്ഷണവും വസ്ത്രവുമായി ബന്ധപ്പെട്ട അവന്റെ ദൈനംദിന കാര്യങ്ങളും ഉപചാരങ്ങളുമാണ്. 2ാമത്തേത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട 2ാമത്തേത് അവന്റെ മരണാനന്തര സങ്കല്പവുമായി, ഖബറടക്കുന്ന രീതി. അതുകൊണ്ടല്ലേ നമ്മൾ ശവസംസ്കാരം എന്ന് പറയാം. സംസ്കാരവുമായി ബന്ധപ്പെട്ട അവന്റെ മരണ ചടങ്ങുകൾ, ഉപചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 2ാമത്തേത്. സാംസ്കാരിക മേഖലയിലെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അവന്റെ കലയും സാഹിത്യവുമാണ്. ഇപ്പൊ നമ്മള് ജീവിതത്തിലെ അവന്റെ ആസ്വാദന കലകൾ, സൗന്ദര്യത്തെ ആവിഷ്കരിക്കുന്ന കലകൾ, സംഗീതം,
സിനിമ എന്നൊക്കെ പറയുന്ന കലകളാണ്. വേറൊന്ന് മനുഷ്യന്റെ വിനോദങ്ങളാണ്, വ്യായാമങ്ങൾ അല്ലെങ്കിൽ കളികൾ, സ്പോർട്സ് എന്നൊക്കെ പറയുന്ന മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ഉത്തേജനത്തിന് ആവശ്യമായ വിനോദങ്ങളാണ്. ഇതും ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, മനുഷ്യ ജീവിതത്തിന് 5 മേഖലകളായി നമുക്ക് തിരിക്കാൻ കഴിയും. ഒന്ന് അവന്റെ ആരാധന മേഖലയാണ്, രണ്ടാമത്തേത് അവന്റെ കുടുംബമാണ്, മൂന്നാമത്തേത് അവന്റെ സാമ്പത്തിക മേഖലയാണ്, നാലാമത്തേത് അവന്റെ സാമൂഹിക മേഖലയാണ്, അഞ്ചാമത്തേത് സാംസ്കാരിക മേഖലയാണ്. ഇതിനെയാണ് ജീവിതം എന്ന് പറയുന്നത്. ആറാമത്തെ ഒരു മേഖല ഉണ്ടാവുകയില്ല. ഇത് മനുഷ്യന്റെ ഏത് ജീവിതത്തിലെ മേഖലയും ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇസ്ലാമിനെ കുറിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞ ആ 5 മേഖലകൾ ഇവിടെ ഞാൻ വരുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 അടിത്തറകളിൽ കെട്ടിപ്പടുക്കണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അഥവാ മനുഷ്യന്റെ ജീവിതത്തിന് 3 അടിത്തറകളാണ് ഉള്ളത്. ഏതാണ് മനുഷ്യ ജീവിതത്തിന് 3 അടിത്തറകൾ? അതിൽ ഒന്നാമത്തെ അടിത്തറക്കാണ് നമ്മൾ ആദർശം, അല്ലെങ്കിൽ അഖീദ എന്ന് പറയുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന് അള്ളാഹു നിശ്ചയിച്ചു തന്ന ഒന്നാമത്തെ അടിത്തറ അഖീദ എന്ന് പറയുന്നതാണ്. അതിന്റെ മലയാളത്തിൽ നമ്മൾ ആദർശം എന്ന് പറയും. ഒരാളുടെ വിശ്വാസ കാര്യങ്ങളാണ് അതിൽപ്പെട്ടത്. ഈമാനിയാത്ത് എന്നും അറബി ഭാഷയിൽ അതിനെ കുറിച്ച് പറയാറുണ്ട്. രണ്ടാമത്തേത് മനുഷ്യ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി അള്ളാഹു തന്നിട്ടുള്ള രണ്ടാമത്തെ അടിത്തറ എന്ന് പറയുന്നത് ധാർമ്മിക ഗുണങ്ങളാണ്. അഥവാ അഖ്ലാഖ് എന്ന് പറയുന്ന സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യ ജീവിതത്തിന്റെ മൂന്നാമത്തെ അടിത്തറ, അള്ളാഹു നൽകിയിട്ടുള്ള മൂന്നാമത്തെ അടിത്തറ നിയമങ്ങളുടെ ഭാഗമാണ്. അതിന് അറബിയിൽ അഹ്കാം എന്ന് പറയും. ഇതിൽ ഓരോന്നും ഞാൻ പ്രത്യേകമായി വിശദീകരിക്കും. അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിനോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്, അവന്റെ മുഴുവൻ ജീവിതത്തെയും, അത് ആരാധന മേഖലയാകട്ടെ, സാമ്പത്തിക മേഖലയാകട്ടെ, കുടുംബ മേഖലയാകട്ടെ, സാമൂഹിക മേഖലയാകട്ടെ, സാംസ്കാരിക മേഖലയാകട്ടെ, ഇത് ഈ പറഞ്ഞ ജീവിതത്തെ മുഴുവൻ 3 അടിത്തറകളിൽ കെട്ടിപ്പടുക്കണമെന്നാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗത്തിന് എന്താ പറയാ? ആദർശം അഥവാ അഖീദ എന്ന് പറയും. രണ്ടാമത്തെ ഭാഗത്തിന് ധാർമ്മികത അഥവാ അഖ്ലാഖ് എന്ന് അറബിയിൽ പറയും. മൂന്നാമത്തേത് നിയമങ്ങളാണ്, അഹ്കാം എന്നാണ്. ഇതിൽ അഖീദ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈമാനിയാത്താണ്. അഖീദയുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുക, രണ്ടാമത്തേത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം, മൂന്നാമത്തേത് പരലോകത്തിലുള്ള വിശ്വാസം. ഇതാണ് യഥാർത്ഥത്തിൽ അഖീദയുടെ അടിത്തറകൾ. ഒന്ന് തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തൻ്റെ മുഴുവൻ ജീവിതത്തെയും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും 3 അടിത്തറകളിൽ കെട്ടിപ്പടുക്കുന്നതിനെയാണ്. ഒന്നാമത്തെ അടിത്തറ ആദർശം എന്ന് പറയുന്ന അടിത്തറയാണ്. ആദർശം എന്ന് പറഞ്ഞാൽ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. ഞാനത് ഭംഗിയായി വിശദീകരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ അടിത്തറ എന്ന് പറയുന്നത് ധാർമ്മികതയാണ്, അഥവാ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സ്വഭാവ ഗുണങ്ങളാണ്, അഖ്ലാഖ് എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തേത് നമ്മൾ ജീവിതത്തിൽ മൊത്തത്തിൽ പാലിക്കേണ്ട നിയമങ്ങളാണ്. അതിനെയാണ് നമ്മൾ അഹ്കാം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ അഹ്കാം എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ അടിത്തറ അഥവാ അഖീദ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു അത് തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഈ അഖീദ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടാകണം. ആരാധനാ മേഖലയിൽ നമുക്കൊരു അഖീദയുണ്ട്, അതുപോലെ തന്നെ കുടുംബത്തിൽ നമുക്കൊരു അഖീദയുണ്ട്, അതുപോലെ തന്നെ സാംസ്കാരിക ജീവിതത്തിൽ നമുക്കൊരു അഖീദയുണ്ട്, അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതത്തിൽ നമുക്കൊരു അഖീദയുണ്ട്, സാമ്പത്തിക ജീവിതത്തിൽ നമുക്കൊരു അഖീദയുണ്ട്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഈ അഖീദ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകണം. നമ്മൾ ആരാധനാ മേഖലയിൽ ഉണ്ടാകണം, കുടുംബ മേഖല ഉണ്ടാകണം, സാംസ്കാരിക മേഖലയിൽ ഉണ്ടാകണം, സാമൂഹ്യ മേഖല ഉണ്ടാകണം, സാമ്പത്തിക മേഖല. എന്താണ് ഈ അഖീദ? ഈ അഖീദ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ്
ചെറിയ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. അതെന്താന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വളരെ സവിശേഷമായ ഒരു രീതിയുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ആദ്യം പരിചയപ്പെടുത്തിയ പദം അള്ളാഹു ആണ് നിങ്ങളുടെ സൃഷ്ടാവ് എന്നാണ്. എന്നെയും നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്നാണ്. നമുക്കറിയാം, നബിക്ക് ഇറങ്ങിയ ആദ്യത്തെ ആയത്തിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ റബ്ബിന്റെ നാമത്തിൽ നീ വിശ്വസിക്കണം, നീ വായിക്കണം. അപ്പൊ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ വിശേഷണം അള്ളാഹു ഖാലിഖാകുന്നു, അള്ളാഹു ആകുന്നു എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 250-ലധികം ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാറ്റിനെയും പടച്ചത് അള്ളാഹു ആകുന്നു. ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ, ആകാശഭൂമികളിലുള്ളതും അതിനിടയിലുള്ളതെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് പറയുന്നു. ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം അള്ളാഹു ആകുന്നു സൃഷ്ടാവ് എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം അള്ളാഹു ആകുന്നു റബ്ബ് എന്നതാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിപാലിക്കുന്നവൻ എന്നാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ. ഇത് ഖുർആൻ പല സ്ഥലത്ത് പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകരുടെയും റബ്ബ് അള്ളാഹു ആകുന്നു. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്ത തറ, ആകാശഭൂമികൾക്കിടയിലുള്ളതും ആകാശഭൂമിയുടെയും റബ്ബ് അള്ളാഹു ആകുന്നു. അള്ളാഹു ആണ് റബ്ബ് എന്ന് പറയുന്നതിന് ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അപ്പൊ റബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അർത്ഥം ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിപാലിക്കുന്നവൻ എന്നാണ് റബ്ബിന്റെ അർത്ഥം. നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ആവശ്യങ്ങളുണ്ട്. ചെറിയ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് അറിയുന്നതല്ല, പക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നിർവർത്തിച്ചു തരും. ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും, നമുക്കറിയാം ആവശ്യം, അതുകൊണ്ട് നമ്മൾ ഭക്ഷണം തേടി പിടിക്കും. അതേസമയം നമുക്കൊരു ചെറിയ കുഞ്ഞ് ജനിച്ചു വിചാരിക്കാം. ഒരു 8-9 മാസമായിട്ട് ഈ കുഞ്ഞിന് വായിൽ പല്ല് വന്നില്ല. അപ്പൊ സാധാരണഗതിയിൽ 8 മാസം 9 മാസം ആകുമ്പോൾ കുഞ്ഞുങ്ങളിലൊക്കെ ചെറിയ പല്ല് വരും. അപ്പൊ പല്ല് വരാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മാതാപിതാക്കൾ ഈ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് ഡോക്ടറെ അടുത്ത് കാണിച്ചുകൊണ്ട് പറയും, ഡോക്ടറെ ഈ കുട്ടിക്ക് ഇപ്പോൾ 8, 9 അല്ലെങ്കിൽ 10 ഒരു വയസ്സായിട്ടും പല്ല് മുളച്ചിട്ടില്ല. അപ്പൊ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയും, ചെറിയ പ്രശ്നമുണ്ട്, കുറച്ച് കാൽസ്യം ഗുളിക കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പല്ല് വരാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് തരും. പല്ല് വരും. അപ്പൊ നമുക്ക് വലിയ സന്തോഷമായി. നമ്മുടെ കുഞ്ഞിന് പല്ല് വന്നപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി. പക്ഷെ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ പല്ലിന്റെ വളർച്ച നിർത്താൻ വേണ്ടി മരുന്ന് കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരാള് പോലും പല്ലിന്റെ വളർച്ച നിർത്താൻ വേണ്ടി മരുന്ന് കഴിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പല്ല് ജനിക്കുന്ന നാൾ മുതൽ വളർന്നുകൊണ്ടേ ഇരുന്നാൽ എന്താ സംഭവിക്കുക? അതിന്റെ വളർച്ച നിൽക്കാതെ വന്നാൽ എന്താ സംഭവിക്കുക? അപ്പൊ വളർച്ച നിൽക്കണം എന്നത് നമ്മുടെ ഒരു ആവശ്യം. പക്ഷെ നമുക്കത് അറിയാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു നിശ്ചിത സമയമാകുമ്പോൾ പല്ലിന്റെ വളർച്ച നിൽക്കും. പിന്നെ ആ പല്ല് വളരില്ല. എന്റെ തലമുടിയിലെ അതേ രോമഘടന തന്നെയാണ് എന്റെ കൺപീലിക്കുമുള്ളത്, കൺപോളയിലെ പീലിക്കുള്ളത്. കൺപീലിയും അങ്ങനെ തന്നെ, പിരുകവും അങ്ങനെ തന്നെയാണ്, കൺപീലിയും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ആരെങ്കിലും കൺപോളയിലെ ആ പീലി വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ടോ? ഇല്ല. അത് രോമമാണ്. പക്ഷെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അതിന്റെ വളർച്ച സ്വാഭാവികമായി നിൽക്കും. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പിരുക ഇങ്ങനെ വളർന്ന് തൂങ്ങിക്കൊണ്ടിരുന്ന അവസ്ഥയായിരുന്നുവെങ്കിൽ, നമ്മുടെ കണ്ണിലെ രോമങ്ങൾ ഇങ്ങനെ തലമുടി പോലെ തന്നെ അത് ആ കൺപീലികൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നെങ്കിൽ, പക്ഷെ നമ്മൾ അറിയാതെ തന്നെ റബ്ബ് വളരെ കൃത്യമായി അതിന്റെ വളർച്ച നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസം. നമ്മൾ ആരെങ്കിലും ഓക്സിജൻ അന്വേഷിച്ച് നടക്കാറുണ്ടോ? നമ്മൾ പറയുന്നത് ഓക്സിജൻ ശ്വസിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുകയും ചെയ്യുന്നതല്ലേ. പക്ഷെ നമ്മൾ ആരെങ്കിലും മൂക്ക് വെച്ചിട്ട് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഇവിടെ ഓക്സിജൻ ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെയല്ലല്ലോ. വളരെ കൃത്യമായി നമ്മൾ അറിയാതെ. ഇതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ. എന്താണോ നമുക്ക് ആവശ്യമുള്ളത്, നമുക്കറിയാവുന്നതും അറിയാവാത്തതുമായ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചിരുന്നു. ഇതാണ് റബ്ബ് എന്ന് അള്ളാഹിനെ കുറിച്ച് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ മൂന്നാമത്തെ വസ്തുത എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ആകുന്നു മാലിക് അഥവാ ഉടമസ്ഥൻ എന്നത്. ആദ്യം അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് സൃഷ്ടാവ്. 2 അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവിനെല്ലാം പരിപാലിക്കുന്നവൻ. മൂന്നാമത്തേത് അള്ളാഹു ആകുന്നു മാലിക്,
അഥവാ എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ അള്ളാഹു ആകുന്നു. ആരാണോ സൃഷ്ടിച്ചത്, ആരാണോ അതിനെ പടിപടിയായി വളർത്തിക്കൊണ്ടിരിക്കുന്നത്, അവനാകുന്നു ഉടമസ്ഥൻ എന്നതാണ്. സൂറത്ത് ത്വാഹ ലഹു മുൽക്കു സമാവാതി വൽ അർദ്. വേറൊന്ന് ലില്ലാഹി ലില്ലാഹി മാഫിസ് സമാവാതി വമാ ഫിൽ അർദ് എന്നുണ്ട്. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് എന്നുള്ള ആയത്തുകളുണ്ട്. എല്ലാറ്റിന്റെയും ഉടമസ്ഥനാവകാശം. അപ്പൊ അള്ളാഹിനെ കുറിച്ച് നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്നാമത്തേത് ഖാലിഖാണ് അള്ളാഹു. രണ്ടാമത്തേത് അള്ളാഹുവാണ് നമ്മുടെ മാലിക്, ഉടമസ്ഥൻ എന്ന് പറഞ്ഞു, അല്ല റബ്ബ് എന്ന് പറഞ്ഞു. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ മാലിക് എന്ന് പറഞ്ഞു. ഈ 3 കാര്യങ്ങളുടെയും പ്രത്യേകത വിശുദ്ധ ഖുർആൻ പറയുന്നു. ശ്രദ്ധിക്കുക, വിശുദ്ധ ഖുർആൻ പറയുന്നു, നബിക്ക് മുമ്പ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു മതവിശ്വാസ സമൂഹം അഥവാ ഈശ്വര വിശ്വാസികളായ ഒരു മനുഷ്യരും അള്ളാഹുവിന്റെ ഈ 3 ഗുണങ്ങളെ നിഷേധിച്ചിരുന്നില്ല. അള്ളാഹു ആണ് ഖാലിഖ് എന്നതോ, അള്ളാഹു ആണ് റബ്ബ് എന്നതോ, അള്ളാഹു ആണ് മാലിക് എന്നതോ എന്നത് ഒരു സമൂഹവും മതസമൂഹവും നിഷേധിച്ചിട്ടില്ല. ദൈവവിശ്വാസികളായ ഒരാളും അതിനെ നിഷേധിച്ചിട്ടില്ല. ഇത് ഖുർആന്റെ വർത്തമാനാണ്. ഖുർആൻ പറയുന്നുണ്ട്, അവരോട് ചോദിക്കണം, ഖുൽ മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ ലയഖൂലുന്ന അല്ലാഹ്, അവർ പറയും അല്ലാഹയാണെന്ന്. അതേപോലെ തന്നെ ആയത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ, ഭൂമിയുടെ റബ്ബ് ആരാണെന്ന് അവരോട് ചോദിച്ചു നോക്കൂ, അപ്പോഴും അവർ പറയും അള്ളാഹു ആകുന്നു റബ്ബ് എന്നവർ പറയും. ആരുടേതാണ് ഈ ആകാശഭൂമികളിലുള്ളതെല്ലാം എന്ന് ചോദിച്ചാൽ അപ്പോഴും അവർ പറയും അള്ളാഹു തന്നെയാണ് മാലിക്. ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന തൗഹീദ് എന്ന് പറയുന്നത് അള്ളാഹു ഖാലിഖ് ആണെന്നോ റബ്ബാണെന്നോ മാലിക് ആണെന്നോ അള്ളാഹ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ചല്ല. 4ാമത്തെ മറ്റൊരു കാര്യം നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 4ാമത്തെ ഒരു കാര്യം നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഖാലിഖ് ആണെന്നും അള്ളാഹു റബ്ബാണെന്നും അള്ളാഹു മാലിക് ആണെന്നും നമ്മൾ പഠിപ്പിച്ചത്. ഒരാൾക്കിപ്പോ ഞാൻ പറഞ്ഞില്ല, നേരത്തെ കഴിഞ്ഞു വന്ന മതസമൂഹങ്ങൾ ഒരാൾ പോലും, ഇപ്പൊ ക്രിസ്ത്യാനികളാകട്ടെ ഒരു സാക്ഷാൽ ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഹിന്ദുക്കളും വിശ്വസിക്കുന്നു, സ്രഷ്ടാവ് അയാളാണെന്നും അയാളാണ് പരിപാലകനെന്നും അയാളാണ് എല്ലാത്തിനും ഉടമസ്ഥനെന്നും ഒരാരും അവിശ്വസിക്കുന്നില്ല. അവരൊക്കെ സമ്മതിച്ചു തരും. അപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ, ഈ 3 കാര്യങ്ങൾ അംഗീകരിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ തടിയെ ബാധിക്കുന്ന പ്രശ്നമല്ല. അള്ളാഹു ആണ് ഖാലിഖ്, ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അള്ളാഹു ഖാലിഖാണ്, ഖാലിഖ് ആയിക്കോട്ടെ. അള്ളാഹു ഖാലിഖാണ്, പക്ഷെ ഞാൻ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും, കുഴപ്പമില്ല. അള്ളാഹു ഖാലിഖാണ് സമ്മതിച്ചതുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് അയാളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആരും അതിനെ നിഷേധിക്കാൻ മുതിരാറില്ല. രണ്ടാമത്തത് അള്ളാഹു ആണ് മാലിക്, അല്ല റബ്ബ് എന്ന് സമ്മതിക്കുക. അള്ളാഹു ആണ് എല്ലാറ്റിനെയും വളർത്തിക്കൊണ്ടിരിക്കുന്നത്, ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? അത് നമ്മുടെ ജീവിതവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമില്ലാത്ത ഒരു വർത്തമാനമാണ്. അല്ലെങ്കിൽ അള്ളാഹു ആണ് റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാക്കേണ്ടതില്ല എന്നൊരാൾക്ക് തോന്നും. 3ാമത്തേത് അള്ളാഹു ആണ് മാലിക്, അള്ളാഹു ആണ് എല്ലാറ്റിനും. ഓ, അങ്ങനെയാണോ? ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ ഇത് 3മല്ല പ്രശ്നം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 3 പോയിന്റുകളും നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് 4ാമത്തെ ഒരാശയം നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതാണ് തൗഹീദിന്റെ മർമ്മം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ക്യാമ്പ് എന്ന് പറയുന്ന 4ാമത്തെ സംഗതി. അതെന്താണെന്നറിയോ? അള്ളാഹ് പറയുന്നത്, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചതെങ്കിൽ, ഞാനാണ് നിങ്ങളെ പരിപാലിക്കുന്നതെങ്കിൽ, ഞാനാണ് നിങ്ങളുടെ ഉടമസ്ഥതെങ്കിൽ, നിങ്ങൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്ന് പറയാനുള്ള ഹുക്കുമ്, ഹാക്കിമിയ്യത്ത്, അതിന്റെ അവകാശം എനിക്കാണ്. നിങ്ങൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്ന് പറയാനുള്ള ഹാക്കിം, നിങ്ങൾക്ക് വിധി കൽപ്പിക്കാൻ പറ്റുന്ന ആൾ ഞാനാണ്. നിങ്ങൾ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് പറയാനുള്ള അവകാശം ആർക്കാണ്? അള്ളാഹുവിന് മാത്രമാണ് എന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ലോകത്തിലെ മിക്കവാറും ആളുകൾ ഇതാണ് സമ്മതിച്ചു കൊടുക്കാത്തത്. അള്ളാഹു ഖാലിഖാണ് സമ്മതിക്കുന്നവർക്ക് പ്രശ്നമില്ല, മാലിക്കാണ് സമ്മതിക്കുന്നവർക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ റബ്ബാണ് സമ്മതിക്കുന്ന പ്രശ്നമില്ല. അതേസമയം അള്ളാഹു ആണ് എന്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്, അള്ളാഹു പറഞ്ഞ അനുസരിച്ച് ഞാൻ നടക്കാവൂ. എനിക്ക് കണ്ണ് തന്നിട്ടുണ്ട്, എന്ത് കാണണം എന്ത് കാണരുത്. എനിക്ക് ചെവി തന്നിട്ടുണ്ട്, എന്ത് കേൾക്കണം എന്ത് കേൾക്കരുത്. എനിക്ക് നാവ് തന്നിട്ടുണ്ട്, ഞാൻ എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കരുത്. എന്റെ ശരീരമുണ്ട്, ആ ശരീരത്തിൽ ഞാൻ എങ്ങനെയാണ് എന്റെ നഗ്നത മറക്കേണ്ടത്, എങ്ങനെ വസ്ത്രം ധരിക്കണം എങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടില്ല, ഏതൊക്കെയാണ് എനിക്ക് ഹലാലായ ഭക്ഷണം ഏതൊക്കെയാണ് എനിക്ക് ഹറാമായ ഭക്ഷണം, ഏതൊക്കെ ആരാധനകളാണ് ഞാൻ നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത്. ഇത് പറയാനുള്ള അവകാശം അള്ളാഹുവിന്റെ അവകാശം, ഹാക്കിമിയത്ത്. ഇതാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ മർമ്മം. ഇത് അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ തൗഹീദ് അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റുക.
ഇത് വളരെ കൃത്യമായി നമുക്ക് തിരിയേണ്ടത്. അതെങ്ങനെയാന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിൽ ഇത് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് യൂസുഫ് നബിയുടെ ചരിത്രം വളരെ സംഗ്രഹിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ കിടക്കുമ്പോൾ വളരെ കുറച്ചു സമയം മാത്രമാണ് യൂസുഫ് നബിയും ആ അദ്ദേഹത്തിന്റെ സഹതടവുകാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാസം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുമായിട്ടുള്ള വാസം. അവരെ യൂസുഫ് അലൈഹി ഇസ്ലാം അവരെ ദീനിലേക്ക് പ്രബോധനം ചെയ്യുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ആ രംഗത്തിൽ ആ കുറഞ്ഞ സമയം കിട്ടുമ്പോൾ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കണം ഈ സഹതടവുകാർക്ക്. അദ്ദേഹം അവിടെ എടുത്തു പറയുന്ന ഒരു വാചകം, വളരെ ശ്രദ്ധേയമായ ഒരു വാചകം യൂസുഫ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ആ പ്രബോധനത്തിൽ എടുത്തു പറയുന്നത് കണക്ക് അദ്ദേഹം പറയുന്ന വാചകം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്ന വാചകം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു നിയമനിർമ്മാണത്തിന്റെ അവകാശം അള്ളാഹുവിനാകുന്നു എന്ന വാചകമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ കുറഞ്ഞ സമയം കൊണ്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്ന വാചകതാണ്. കുറച്ച് സമയം കൊണ്ട്. അപ്പൊ അള്ളാഹു പറയുന്ന വാചകം ഇങ്ങനെയാണ്, എന്നിട്ട് പറയുന്ന വർത്തമാനം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. നിയമനിർമ്മാണത്തിനുള്ള അവകാശം ആർക്ക് മാത്രമാകുന്നു? അള്ളാഹുവിന് മാത്രമാകുന്നു. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ഹുക്കുമിനുള്ള അവകാശം, മനുഷ്യർക്ക് വിധികൾക്കാനുള്ള ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് പറയാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാകുന്നു. എന്നിട്ട് പറയാണ് അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു ദാലിക ദീനുൽ ഖയ്യിം. അമറ അള്ളാഹു അവന് മാത്രമേ വഴങ്ങാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ശരിയായ ദീൻ. അപ്പൊ ദീനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, തൗഹീദിന്റെ മർമ്മം എന്ന് പറയുന്നത് നിയമം നിർമ്മിക്കാനുള്ള അവകാശത്തെ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ളുഹർ നമസ്കരിക്കുമ്പോൾ അത് 4 റക്അത്താണെന്ന് പറയാനുള്ള അവകാശം, അസറിലും ളുഹറിലും ഉച്ചത്തിൽ ഓതേണ്ടതില്ല എന്ന് പറയാനുള്ള അവകാശം, മഗ്രിബിലും സുബഹിക്കും ഇശായിലും ആദ്യത്തെ 2 റക്അത്തിൽ ഉച്ചത്തിലാണ് ഓതേണ്ടത് എന്ന് പറയാനുള്ള അവകാശം, ഞാൻ എങ്ങനെ വസ്ത്രം ധരിക്കണം, ഏതൊക്കെയാണ് എന്റെ ഔറത്ത് എന്ന് പറയാനുള്ള അവകാശം, ഞാൻ കടം വാങ്ങിക്കുമ്പോഴും കൊടുക്കുമ്പോഴും എന്ത് നിയമങ്ങൾ പാലിക്കണം എന്ന് പറയാനുള്ള അവകാശം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ 5 മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യണം, എന്ത് പറയരുത്, എന്ത് ചെയ്യരുത് എന്ന് പറയാനുള്ള അവകാശം അള്ളാഹുവിനാണ് എന്നതാണ്. ഇതാണ് ഹാക്കിമിയ്യത്ത് എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ അടിസ്ഥാനപരമായ മർമ്മം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ സ്ക്രീനിൽ നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഇതാണ് നമ്മുടെ അഖീദ. അപ്പൊ ഈ അഖീദ വെച്ചിട്ട് നമ്മൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ അഖീദ നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരാധനാ മേഖലയിൽ നമുക്കൊരു അഖീദ ഉണ്ട്. എന്താണ് ആരാധന മേഖലയിൽ നമ്മുടെ അഖീദ എന്ന് പറയുന്നാൽ അള്ളാഹുവിന് മാത്രമാണ് എൻ്റെ ആരാധന കർമ്മങ്ങൾ നിശ്ചയിക്കാനുള്ള അവകാശം. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ നമസ്കാരവും എൻ്റെ ആരാധകരും അള്ളാഹുവിന് മാത്രമാകുന്നു, വേറെ ആർക്കും ഉണ്ടാവുകയില്ല എന്നതാണ് ആരാധന മേഖലയിൽ നമ്മുടെ അഖീദ. സാമ്പത്തിക മേഖലയിൽ നമ്മുടെ അഖീദ എന്താ? സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാകുന്നു. സമ്പത്തിന്റെ സാക്ഷാൽ ഉടമസ്ഥൻ അള്ളാഹു ആകുന്നു. അതുകൊണ്ട് ഞാൻ എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്ന് പറയാനുള്ള അവകാശം ആർക്ക് മാത്രമാകുന്നു? അള്ളാഹുവിന് മാത്രമാകുന്നു. അതാണ് സാമ്പത്തിക മേഖലയിൽ നമ്മുടെ അഖീദ. കുടുംബ മേഖലയിൽ നമുക്കൊരു അഖീദയുണ്ട്. എന്താണ് കുടുംബം എന്ന് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല തുടക്കം കുറിച്ച ഒരു സ്ഥാപനമാണ്. ലോകത്ത് വന്ന 1ാമത്തെ പ്രവാചകൻ കുടുംബനാഥനായിരുന്നു എന്നതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു സ്ഥാപനമാണ്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ആ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എങ്ങനെയായിരിക്കണം വിവാഹം, എങ്ങനെയായിരിക്കണം വിവാഹമോചനം, എങ്ങനെയായിരിക്കണം മക്കളെ പരിപാലിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം എന്റെ കുടുംബത്തിന്റെ ചെലവുകൾ നിർവഹിക്കപ്പെടേണ്ടത് എന്ന് പറയാനുള്ള അവകാശക്കാരനും അള്ളാഹു മാത്രമാകുന്നു. അതാണ് കുടുംബ മേഖലയിലെ അഖീദ എന്ന് പറഞ്ഞത്. സാമൂഹ്യ മേഖല എങ്ങനെയാണ്? എന്റെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, എന്റെ രാഷ്ട്രീയം എങ്ങനെയായിരിക്കണം, ഞാൻ നിയമം നിർമ്മിക്കുമ്പോൾ അതിന്റെ അടിത്തറകൾ എന്തായിരിക്കണം, എന്റെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, ഇത് തീരുമാനിക്കാനുള്ള അവകാശം ആർക്ക് മാത്രമാകുന്നു? അള്ളാഹുവിന് മാത്രം. അതാകുന്നു സാമൂഹ്യ മേഖലയിൽ അഖീദ എന്ന് പറഞ്ഞാൽ. സാംസ്കാരിക മേഖലയിൽ അഖീദും അത് തന്നെയാണ്. അഥവാ എൻ്റെ സിനിമ, എൻ്റെ നാടകം, എൻ്റെ ഭക്ഷണം, എൻ്റെ വസ്ത്രം, എൻ്റെ ശവസംസ്കാരം, അതുപോലെ തന്നെ എൻ്റെ ഉപചാരങ്ങൾ, ഇത് പറയാനും നിശ്ചയിക്കാനുള്ള അവകാശം ആർക്ക് മാത്രമാകുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാകുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അഖീദയുടെ അടിത്തറ എന്ന് പറയുന്നത്. അഖീദയുടെ അടിത്തറ അള്ളാഹുവിനാകുന്നു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിയമം നൽകാനുള്ള അവകാശമെന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.
ഇതിനാണ് അള്ളാഹു നമ്മളെ കൊണ്ട് അള്ളാഹു ഖാലിഖാണ്, റബ്ബാണ്, മാലിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഹാക്കിം എന്ന് പറയുന്ന അള്ളാഹിന്റെ ഗുണത്തെ പഠിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ അടിത്തറ ഞാൻ പറഞ്ഞു ധാർമ്മികതയാണ്, അഥവാ അഖ്ലാഖ് എന്നാണ്. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ ചില ഗുണങ്ങളാണ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തേണ്ട അടിസ്ഥാനപരമായ ചില ഗുണങ്ങളാണ്. അതിൽ 6 ഗുണങ്ങൾ ഞാൻ ഇവിടെ പറയാം. 6 ഗുണങ്ങൾ. അതിലൊന്ന് സത്യം എന്നതാണ് ഒന്നാമത്തെ ഗുണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾക്കാണ്, മൂല്യങ്ങൾക്കാണ് നമ്മൾ അഖ്ലാഖ് എന്ന് പറയാം. അതിൽ ഒന്നാമത്തേത് സത്യമാണ്. രണ്ടാമത്തേത് റഹ്മത്ത്, കാരുണ്യമാണ്. രണ്ടാമത്തെ റഹ്മത്ത് അഥവാ കാരുണ്യമാണ്. മൂന്നാമത്തേത് നീതി അഥവാ അദിൽ ആണ് മൂന്നാമത്തേത്. നാലാമത്തേത് തഹാറത്ത്, വൃത്തി അഥവാ ശുദ്ധിയാണ് നാലാമത്തെ അടിത്തറ. അഞ്ചാമത്തേത് ഹയാ, ലജ്ജ എന്ന് പറയുന്നതാണ് അഞ്ചാമത്തെ അടിസ്ഥാന ഗുണം. ആറാമത്തേത് വസത്തിയത്ത് എന്ന് പറയുന്നതാണ്. വസത്തിയത്ത് എന്ന് പറഞ്ഞാൽ സ്വാശ്രയത്വവും മധ്യമ നിലപാടും. 2 ആശയങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് വസയ്യത്ത് എന്ന പദം, വസത്തിയത്ത് എന്ന പദം. ഒന്ന് സ്വാശ്രയത്വമാണ്, മറ്റൊന്ന് സ്വാശ്രയത്വമാണ്. ഒന്ന് സ്വാശ്രയത്വമാണ്, മറ്റൊന്ന് മധ്യമ നിലപാടാണ്. തീവ്രതക്കും ജീർണതക്കും മധ്യയുള്ള മിത നിലപാടിനെയാണ് വസത്തിയത്ത് എന്ന് പറയാം. അതുപോലെ തന്നെ സ്വാശ്രയത്വം എന്ന് പറയുന്ന ഒരു ആശയം അതിനകത്തുണ്ട്. ഇനി ഇത് ഓരോന്നും ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പുലർത്തണം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ മൂല്യങ്ങൾ, ഇതിനെയാണ് നമ്മൾ അഖ്ലാഖ് എന്ന് പറയുക. ഈ അഖ്ലാഖ് എന്ന് പറയുന്ന കാര്യങ്ങൾ: 1 ഹഖ്, സത്യമാണ്. 2 റഹ്മത്ത്, കാരുണ്യമാണ്. 3 അദിൽ, നീതിയാണ്. വിശദീകരിക്കേണ്ടതില്ല. 4-മത്തേത് തഹാറത്ത്, വൃത്തി അഥവാ നലാഫത്ത്, വൃത്തി എന്ന് പറയുന്ന ഗുണമാണ്. 5-മത്തേത് ഹയാ. ഹയാ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ടതില്ല, നാണം എന്ന അർത്ഥത്തിലല്ല, നാണം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഹയാ എന്ന് പറഞ്ഞാൽ തെറ്റു ചെയ്യാതിരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന മനസാക്ഷിക്കാണ് ഹയാ എന്ന് പറയാം. തെറ്റ് ചെയ്യാതിരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണോ അതിനെയാണ്, ആ മൂല്യത്തിനാണ് നമ്മൾ ഹയാ എന്ന് പറയാം. അങ്ങനല്ലേ നമ്മളിപ്പോ ഈ എന്താ പറയാ, നമ്മളിപ്പോ ലജ്ജ ഉണ്ടാകുന്ന എപ്പോഴാണ് നമുക്ക് സാധാരണ ലജ്ജ ഉണ്ടാകുന്നത്? നമ്മളെ മറ്റുള്ളവരെ കണ്ടാൽ എന്തെങ്കിലും പറയുമോ എന്നൊരു ഭീതിയിൽ നിന്നാണ് ആളുകൾക്ക് ലജ്ജ ഉണ്ടാകുക. ഒരാളുടെ മുമ്പ് നിൽക്കാനുള്ള മടി ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ എന്നെ കാണുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടാവോ എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ മാറിക്കുന്നത്. ഇത് തന്നെയാണ് അള്ളാഹു കണ്ടാൽ കുഴപ്പമുണ്ടോ എന്ന് ഭയന്നിട്ടൊരു മനുഷ്യൻ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൽ അള്ളാഹുവിന്റെ ഭൂമിയും അവൻ തന്ന ആഹാരവും അവൻ തന്ന ജീവിതവും ഉപയോഗിച്ചുകൊണ്ട് അവനെ ധിക്കരിക്കുന്നതിൽ ലജ്ജ തോന്നുന്നതിനെയാണ് ഹയ എന്ന് ഉദ്ദേശിച്ചത്. 6-മത്തെ ഞാൻ പറഞ്ഞു വസത്തിയത്ത് എന്ന് പറഞ്ഞ ഗുണമാണ്. വസത്തിയത്ത് 2 അർത്ഥമുണ്ട്. അതിലൊന്ന് മധ്യമ നിലപാട് സ്വീകരിക്കുക, മിതമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ദുനിയാവിലും ആഖിറത്തിലും നിലപാട് സ്വീകരിക്കുക, എല്ലാറ്റിലും മിതമായ നിലപാട് സ്വീകരിക്കുക, സന്തുലിതത്വം പാലിക്കുക എന്ന് പറയുന്ന വാക്കാണ്. വസത്തിയത്തിന്റെ മറ്റൊരർത്ഥം സ്വാശ്രയത്വമാണ്. എന്ന് പറഞ്ഞാല് മധ്യത്തിൽ ഒരാൾ നിൽക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഒരാൾ ഒരു വരയുടെ സെന്ററിൽ ഒരാൾ നിൽക്കുന്നു. അയാൾക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യേണ്ടതില്ല, വലത്തോട്ടും ചായേണ്ടതില്ല, ഇടത്തോട്ടും എന്ത് ചെയ്യേണ്ടതില്ല, ചായേണ്ടതില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും അള്ളാഹുവിൻ്റെതല്ലാത്ത മറ്റൊരു നിയമത്തിന്റെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. ഇതിനെയാണ് നമ്മൾ വസത്തിയത്ത് എന്ന് പറയാം. നമ്മൾ സെന്ററിൽ നിൽക്കുമ്പോൾ, മധ്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ ചായേണ്ടി വരാതിരിക്കുക, അതിനാണ് വസത്തിയത്ത്. അതാണ് ഞാൻ സ്വാശ്രയത്വം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഗുണങ്ങൾ ഉണ്ടാകണം. ഈ ഗുണങ്ങൾ എവിടെ ഉണ്ടാകണം? ഈ ഗുണങ്ങൾ നമ്മുടെ ആരാധന ഉണ്ടാകണം. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ, ഞാൻ പറഞ്ഞില്ല ആരാധന മേഖലയുടെ ഉദാഹരണം പള്ളിയാണെന്ന്. പള്ളിയിൽ സത്യം ഉണ്ടാകണം, പള്ളിയിൽ നീതി ഉണ്ടാകണം, പള്ളിയിൽ കാരുണ്യം ഉണ്ടാകണം, പള്ളിയിൽ വൃത്തി ഉണ്ടാകണം, പള്ളിയിൽ ലജ്ജ ഉണ്ടാകണം, പള്ളിയിൽ മിതമായ നിലപാടുണ്ടാകണം. കുടുംബത്തിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാകണം. കുടുംബത്തിൽ നമുക്ക് സത്യം ഉണ്ടാകണം, കാരുണ്യം ഉണ്ടാകണം, നീതി ഉണ്ടാവണം, വൃത്തി ഉണ്ടാകണം, ലജ്ജ ഉണ്ടാകണം,